എനിക്കറിയായിരുന്നേ ഞാൻ ജ്യൂസ് കൊണ്ടുവന്നാ നീ കുടിക്കില്ലെന്ന്. അതുകൊണ്ടാ ഞാൻ നേരത്തെ തന്നെ മിനറൽ വാട്ടറിൽ മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്തത്. നീ എന്ത് കരുതിയടി? ആഗ്രഹിച്ചതൊന്നും അനുഭവിക്കാതെ പോയിട്ടില്ല ഈ അവിനാഷ്. നമ്മുടെ ആദ്യ രാത്രി, സോറി, ഇത് പകലാണല്ലോ. അപ്പോ ആദ്യ ദിവസം അങ്ങനെ പറയാം അല്ലേ? എന്താ സുഗന്ധം! ഞാനിതെങ്ങനെ നഷ്ടപ്പെടുത്തും പ്രിയ? നീ എന്റേതാണ്. ഈ നിമിഷം മുതൽ നീ എന്റെ ഭാര്യയാണ്. നിന്റെ അഭിനയം ഞങ്ങളെല്ലാം വിശ്വസിച്ചു നീ കരുതിയോ? നീ അഭിനയിച്ചപ്പോ സൂര്യ അഭിനയിച്ചു. എന്റെ മുന്നിൽ മാപ്പ് പറയുമ്പോഴും നിന്റെ കണ്ണുകളിൽ ഒരു ചെന്നായി ഒളിച്ചിരിപ്പുണ്ടെന്ന് എനിക്കുറപ്പായിരുന്നു. നിന്റെ ആദ്യ രാത്രി നമുക്ക് നന്നായിട്ടൊന്ന് ആഘോഷിക്കാം. വേണ്ട, ഇനി എന്നെ തല്ലരുത്. വിട്ടേക്ക്. നിന്നെ വിട്ടയക്കണം പ്ലീസ്. നിന്റെ യഥാർത്ഥ നിറം എന്താണെന്ന് ഇന്നെല്ലാരും അറിയണം. വിട്ടേക്ക്. ഇത് നിന്റെ വിചാരണയാ. ചെയ്ത തെറ്റിന്റെ ശിക്ഷ നീ അനുഭവിച്ചേ മതിയാവും. എന്നിട്ട് നീ ഇതെന്താ ആരോടും പറയാതിരുന്നേ? സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി. ഇവൾക്ക് സംസാരിക്കാനുള്ള ശേഷിയുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതിനകം ഇവളെ ഇവൻ കൊന്നു തള്ളിയനെ. നിങ്ങൾ ഇത്രയ്ക്ക് നീചനായിരുന്നു. എന്തിനാ നിങ്ങൾ ഇത് ചെയ്തത്? എന്തിനാ സൂര്യ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറ. ഡികെ ചതിച്ചത് ഞാനല്ല, ഇവനാ.
ഇയാള് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞാൻ വിചാരിച്ചു. ഒടുവിൽ അന്ന് ക്ഷേത്രത്തിൽ രാമനവമിയുടെ പൂജ നടന്ന ദിവസം Stop it! പ്രിയ, ഇവൻ ചതിയനാ. എന്നെ ഈ അവസ്ഥയിലാക്കിയത് ഇവനാ. ഇയാൾ പറഞ്ഞതെല്ലാം കളവായിരുന്നുവെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. മതി, നിർത്ത്. എന്റെ ഏട്ടന് പറഞ്ഞു മരിക്ക്. എല്ലാ കുഴപ്പം ഉണ്ടാക്കിയത് നീയാ. ചേട്ടത്തെ അനിയത്തെ കൂടി നടിക്കുന്ന നാടകം കൊള്ളാം. ചിത്രേ, മതി. ഇവളെ കുറ്റം പറയണ്ട. ഏതൊരു പെണ്ണിനും സംഭവിക്കുന്ന ഒരു തെറ്റ് ഇവൾക്കും സംഭവിച്ചിട്ടുള്ളൂ. തെറ്റ് ചെയ്തത് നിന്റെ ഏട്ടനാ. ഒടുവിൽ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞപ്പോ ഞാൻ കരുതി ഇയാള് കുറച്ചെങ്കിലും നന്നായിന്ന്. പക്ഷെ ഇന്ന് ഇവൻ എന്താ ചെയ്തെന്ന് നിനക്കറിയോ? നീ എന്ത് കരുതിയടി? ആഗ്രഹിച്ചൊന്നും അനുഭവിക്കാതെ പോയിട്ടില്ല. ഡിക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇയാൾ എന്നെ ഇനി പറ, ഇവൻ എന്ത് ശിക്ഷ നൽകണം? ഈ ശിക്ഷ മതിയോ ഇവന്? ഇവൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് നിന്റെ സഹോദരനായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ ഇവനെ എന്നെ കൊന്നു തള്ളിയനെ. ഇത്രയൊക്കെ ദുഷ്ടത്തരം കാണിച്ചിട്ടും എന്നെ കള്ളക്കേസിൽ ജയിലിലാക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ ഇവനെ വെറുതെ വിട്ടത്. നമ്മൾ തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരല്ല. നിന്നെ സ്നേഹിച്ച് ജീവിച്ചോളാമെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടുമില്ല. എന്റെ കൂടെ ജീവിച്ച് നിന്റെ ജീവിതം കൂടി നശിച്ചു പോകാതിരിക്കാനാ ഞാനീ പറയുന്നത്. മര്യാദയ്ക്ക് തിരിച്ചു പോ, എവിടെയെങ്കിലും പോയി ജീവിക്ക്. ഞാൻ പറഞ്ഞില്ലേ ഹിറ്റ്ലറെ, ഞാൻ പൊയ്ക്കോളാം. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം തരണം. അഭിമാനമുള്ളൊരു പെണ്ണാ ഞാൻ. ഇവിടെ നിറങ്ങുമ്പോ സമൂഹം എന്നെ പരിഹസിക്കരുത്. അവരുടെ മുന്നിൽ ഞാനൊരു മോശം പെണ്ണാവരുത്. അതിനവര് ചോദിക്കുന്നതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞേ പറ്റൂ. എന്നെ ഉപേക്ഷിക്കുന്ന നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം പറഞ്ഞു തരാനുള്ള ബാധ്യതയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ചുമ്മാതല്ല. ഉപേക്ഷിക്കുന്നവൻ അതിനുള്ള കാരണം കൂടി പറഞ്ഞേ പറ്റൂ. ഒരു കാര്യം ചെയ്യും, തല പുകഞ്ഞാലോചിക്ക. എന്നിട്ട് ഉത്തരം കിട്ടുമ്പോ എന്നോട് പറയും. എന്നിട്ട് ആ ഉത്തരം എനിക്ക് തൃപ്തികരമാണെങ്കിൽ ഞാൻ തീരുമാനിക്കും ഇവിടുന്ന് പോണോ വേണ്ടയോ എന്ന്. അല്ലാതെ ഇവിടെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല. കാരണം ഞാൻ ഹിറ്റ്ലറിന്റെ ഭാര്യ, മിസ്സസ് ഹിറ്റ്ലർ. എന്റെ അഭിമാനം പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ താരച്ചി. അവിനാശ് ചെയ്ത തെറ്റിന് നിന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാലും ആ ജ്യോതിയുടെ അനിയത്തിയുമായി നിന്റെ ഏട്ടന് ഇങ്ങനൊരു ബന്ധം ഉണ്ടാവുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയോ? പണ്ടൊരിക്കല് നമ്മൾ അവിടെ ചെന്നപ്പോ ഒരു ഫോട്ടോ കിട്ടിയെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അന്നാ തന്നെ ജ്യോതിയെ നമ്മൾ സംശയിച്ചത്. പക്ഷെ പ്രതി അവളുടെ അനിയത്തിയായിരുന്നു എന്ന് ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായേ?
ചേച്ചിയെ പോലെ തന്നെ അനിയത്തി. ആളുകളെ കറക്കിയെടുക്കാനും വളച്ചെടുക്കാനും മിടിക്കും. ചുമ്മാതല്ല അവൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിന്നത്. ഇനി അവളെ ഈ വീട്ടിനകത്ത് കയറ്റരുത്. ഡിക്ക് അവളുടെ കല്യാണം ആഘോഷമായിട്ട് നടത്താൻ പോവാണെന്നല്ലേ പറഞ്ഞു കേട്ടത്. നടത്തട്ടെ. അങ്ങനെയെങ്കിലും ശല്യം ഒന്ന് ഒഴിയട്ടെ. സൂര്യൻ എന്തൊക്കെ ദുഷ്ടതരങ്ങളായിട്ട് അവളോട് ചെയ്തത്. അതൊക്കെ ഓർക്കുമ്പോ എന്റെ ഏട്ടനാണെങ്കിലും എനിക്കത് കൊല്ലാൻ തോന്നും. സൂക്ഷിക്കണം ചിത്ര. അത്ര വേഗത്തിലൊന്നും എല്ലാം മറക്കുന്ന ആളല്ല നിന്റെ ഏട്ടൻ. ഡിക്കെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിച്ചേന് സൂര്യയോട് ഒരു പക്ഷേ പകരം വീട്ടിന്ന് വരാം. അവളുടെ ജീവനും അപകടത്തില്ല. ഞാനിനി എങ്ങനെ ഈ വീട്ടിലുള്ളവരുടെ മുഖത്ത് നോക്കും? എല്ലാം പോട്ടെ, ആ ജ്യോതി ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? ആരുടെ മുഖത്ത് നോക്കുന്നതല്ല ചിത്ര ഇവിടുത്തെ പ്രശ്നം. സൂര്യയുടെ ജീവൻ സംരക്ഷിക്കല. ഇത്രയും കാലം നമുക്കൊന്നും അറിയില്ലായിരുന്നു. ഈ വീടിന്റെ മുകളിൽ നിന്ന് സൂര്യ താഴെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയവന് അവളെ ചതിച്ചു കൊല്ലാൻ ഇനിയും മനസ്സ് കാണും. അതുകൊണ്ട് അവളുടെ ജീവൻ രക്ഷിച്ചേ പറ്റൂ. അങ്ങനെ എന്തേലും സംഭവിച്ച അയാളെ ഞാൻ തന്നെ കൊല്ലും. ഒരു വയറ്റിൽ നിന്ന് വന്നതാണെന്ന് ഒരു പരിഗണന അയാൾക്ക് ഞാൻ കൊടുക്കില്ല. വൃത്തികെട്ട ശവം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഓ, വീണ്ടും തുടങ്ങിയോ? എന്താ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 1 കൊല്ലം കഴിയാറായി. അതിന് അല്ല, ഇതുവരെ നമ്മള് ഹണിമൂൺ ട്രിപ്പിന് ഒരിടത്തും പോയിട്ടില്ലല്ലോ. നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാനും ബീച്ചിലും പാർക്കിലും ഒക്കെ പോവാനും എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? നടക്കാത്ത ആഗ്രഹങ്ങൾ സ്വപ്നം കണ്ടിട്ട് ഒരു കാര്യമില്ല. ബീച്ചിലും പാർക്കിലും ഒക്കെ പോണെങ്കിലേ അവിടെ ചെന്നിട്ട് ആരെങ്കിലും കൂട്ടി അങ്ങ് പോയാൽ മതി. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോണം. എന്തോന്നാ ഹിറ്റ്ലറെ നിങ്ങളീ പറയുന്നേ? സ്വന്തം ഭർത്താവിന്റെ കൂടെ പോകുന്ന പോലെയാണോ മറ്റുള്ളവരുടെ കൂടെ പോകുന്നേ? നിങ്ങൾ ഇത്രയ്ക്ക് ഡാർക്കായി പോയല്ലോ ഹിറ്റ്ലറെ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇതുവരെ ചോദിച്ചു തന്നെ ധാരാളം. ഇനി കൂടുതലൊന്നും എഴുന്നള്ളിക്കണമെന്നില്ല. അല്ല, അതല്ലാന്ന്. ഇത് വേറൊരു കാര്യം. എന്ത് കാര്യം? പണ്ട് കല്യാണം കഴിഞ്ഞിട്ട് സുപ്രീം നിങ്ങളും കൂടി എവിടെയാ ഹണിമൂണിന് പോയത്? ഊട്ടിയിലോ കൊടൈക്കനാലിലോ അതോ വല്ല വിദേശത്തേക്കോ ആയിരുന്നോ? എവിടെയും പോയില്ല. അമരാവതിയിൽ. അവിടെയായിരുന്നു അവൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അങ്ങനെയാണെങ്കിലേ ഹിറ്റ്ലറെ, നമുക്ക് നേരെ ഹണിമൂണിന് കാശ്മീരിലേക്ക് പോയാലോ? എന്തേ, കാശ്മീർ കൊള്ളത്തില്ലേ? അവിടെ ആവുമ്പോ ഇടയ്ക്കിടയ്ക്ക് വെടിവെച്ചയും ബോംബ് വീഴുന്ന ശബ്ദവും അതൊക്കെ ഒരു രസമായിരിക്കും. ഇപ്പൊ കാശ്മീർ പഴയ പോലൊന്നും അല്ല. വെടിവെച്ചും ബോംബേറും ഒക്കെ പണ്ടായിരുന്നു. അല്ല, നിനക്കെന്താ വെടിവെച്ച കേൾക്കാൻ ഇത്ര ആഗ്രഹം? ചുമ്മാ ഒരു പ്രാന്ത്. ഹിറ്റ്ലറെ, ഒന്ന് നിർത്താവോ? ഒന്ന് നിർത്ത്. ഇവൾക്കിതെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. മനസ്സിന്റെ സമനില തെറ്റിയിട്ടുണ്ട്. പോയേക്കാം. ഡിക്കയുടെ പിന്നാലെ നടന്ന് പറഞ്ഞത് മൊത്തം മായച്ച് കേട്ടില്ല.
ഡി കെക്ക് ഒരു രഹസ്യക്കാരിയുണ്ട് പോലും. എന്തൊക്കെ അനാവശ്യം അവള് ഡി കെയോട് പറഞ്ഞത്. ഓ, അല്ല, അവൾ എന്തിനാ ഡി കെയുടെ പുറകെ ഇങ്ങനെ രഹസ്യ പോലീസായിട്ട് നടക്കുന്ന? നടക്കാൻ അവൾക്ക് അധികാരമുണ്ടല്ലോ. അവളുടെ കഴുത്തില് ഡി കെ കെട്ടിയ താലി, അതിന്റെ ബലത്തിലാ അവളിതെല്ലാം ചെയ്യുന്നത്. അല്ല മായേച്ചി, ഇനി അവള് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവോ? എന്ത് സത്യം? അല്ല, ഡി കെയും വേറൊരു പെണ്ണിനെ അവള് കണ്ടെന്ന് പറഞ്ഞത്. ശുദ്ധ അസംബന്ധം. ഡി കെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏയ്, ഒരിക്കലും ഇല്ല. നമ്മുടെ ഡി കെ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ഈ കുടുംബത്തിനും ബന്ധുക്കൾക്കും നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യവും ഡി കെ ചെയ്യില്ല. പിന്നെ അവൾ എന്തിനാ ഡി കെക്ക് പിന്നാലെ നടക്കുന്നത്? അത് ഞങ്ങളോടാണോ അവളോടല്ലേ ചോദിക്കേണ്ടേ? ചോദിക്കും. അതിനവസരം വരും. അപ്പ അവളോട് ചോദിക്കും. മായച്ചി, അങ്ങനെ അവസരം വരുന്നത് നോക്കി കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ പോയി ചോദിക്കണം. മായച്ചി വാ, നമുക്ക് പോയി ചോദിക്കാം. ഇപ്പൊ വേണ്ട. അവളും ഡി കെയും തമ്മില് തൊട്ടു മുന്നേ ഒരു വഴക്ക് കഴിഞ്ഞതേയുള്ളൂ. അതിന് പിന്നാലെ ഇനി ഒരു വഴക്ക് കൂടി വേണ്ട. മായേച്ചി, അമ്മ ഈ വീടിന്റെ അധികാരം മായേച്ചി ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. അപ്പൊ മായേച്ചിക്ക് അവളോട് ചോദിക്കുന്നതിന് ഇങ്ങനെ നല്ല നേരം നോക്കേണ്ട കാര്യമുണ്ടോ? വീട് നോക്കാനുള്ള അധികാരം അമ്മ എനിക്ക് തന്നു. പക്ഷേ അവൾക്കുള്ള സ്ഥാനം നമ്മളെക്കാളും മുകളിലാ. തൽക്കാലം അതിനെ മറികടക്കാൻ നമുക്ക് പറ്റില്ല. സർപ്പദോഷം കൊണ്ട് അമരാവതിയുടെ അടിത്തറ ഇളകും. അത് വേണോ പത്മാവതി അമ്മേ? എന്നാലും ഈ അവസ്ഥയിൽ എങ്ങനെയാ തിരുമേനി? ഒളിച്ചോടണമെന്നാണോ? ആരിൽ നിന്ന് ഒളിച്ചോടാൻ? എന്തിൽ നിന്ന് ഒളിച്ചോടാൻ? മണിനാഗത്തിന്റെ ശാപത്തിൽ നിന്നോ? അവകാശം കൈക്കലാക്കാൻ കേസ് നടത്തിയവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാലോ. സ്വാമിജി പറയുന്നൊക്കെ സത്യമാണ്. പക്ഷെ കഴിഞ്ഞതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ലല്ലോ സ്വാമിജി. അങ്ങനെ ചിന്തിക്കണോ പത്മാവതി അമ്മേ? മറ്റൊന്ന് സംഭവിച്ചുകൂടെ? എല്ലാം കലങ്ങിത്തെളിയാനാണ് ദൈവനിശ്ചയമെങ്കിലോ? ആ വീടിനെ ചുറ്റി നിൽക്കുന്ന സർപ്പദോഷത്തിന്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞുപോയെങ്കിലോ? അവിടെയുള്ള എല്ലാ പേർക്കും സമാധാനമുള്ള ഒരു കുടുംബജീവിതം ഉണ്ടായെങ്കിലോ? അവൻ കാരണം കുടുംബത്തിന് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാലോ? അവരുണ്ടായാലും ഇല്ലെങ്കിലും സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ പൂജയിൽ അവനുണ്ടായേ തീരൂ. ഭർത്താവിന്റെ അവിഹിത ബന്ധം നേരിട്ട് കണ്ടുപിടിച്ച ഭാര്യ ഡിവോഴ്സ് ആവശ്യപ്പെടുന്നു. കാരണം വെരി ഈസി. എന്താ, റെഡിയാണോ? എടി മരുമോളെ, ഈ എന്നെ ഒരുപാടങ്ങ് സഹായിക്കല്ലേ. എന്നാ നിന്നോട് ഞാനൊരു കാര്യം പറയാം. വെറുതെ ഇരുന്ന എനിക്ക് ലോട്ടറി അടിച്ചു കിട്ടിയ ഭാഗ്യമാ അമരാവതിയിലെ ഡി കെയുടെ ഭാര്യ പദവി. ആളുമാറി കല്യാണം കഴിച്ചതാണെങ്കിലും എന്നെ പോലൊരു പെണ്ണിന് സ്വപ്നത്തിൽ പോലും ഇങ്ങനൊരു വീട്ടിലെ മരുമകളാവാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അന്ന് ആ പിറന്നാൾ ആഘോഷത്തിന് ഞാൻ ഇവിടെ വന്നപ്പോ നിങ്ങളുടെ ഈ ഡി കെ പെണ്ണുങ്ങളെ കുറിച്ച് പുച്ഛത്തിൽ സംസാരിച്ചില്ലേ? ഇല്ലേ? ലോകത്തെങ്ങും ഇല്ലാത്ത 7 കണ്ടീഷൻസ് പറഞ്ഞില്ലേ? അന്ന് മനഃപൂർവ്വം തന്നെയാ ഞാൻ അയാളുടെ മുഖത്ത് കേക്ക് അടിച്ചത്. മാഡം, കോഫി. താങ്ക് യു മാം, താങ്ക് യു. നിങ്ങളാണോ ഫോൺ ചെയ്തത്? അതെ സർ. ആരാള്? ആ സ്ത്രീയ. എന്താടി നിന്റെ പേര്? ആശാലത. മിനി, മുക്കുകൊണ്ട് വെക്കാൻ നടക്കുന്നു. എവിടെ മുക്കുകൊണ്ടോ? എവിടെയാണ് സാർ? അയ്യോ സാറേ, സാറേ, ഇതാ സാർ. സാറേ, ഇത് മുക്കുകൊണ്ടല്ല. അതൊക്കെ ഞങ്ങൾ തെളിയിച്ചോളാം.
നടക്കടി. സാർ പ്ലീസ് വിടും സാർ. അയ്യോ വരാൻ വിടും വാടി ഇവിടെ. സാറേ ഞാൻ പറയുന്നൊന്ന് കേക്ക് സാറേ. സാറേ ഇത് പറയണ്ടല്ല. കേറി അങ്ങോട്ട്. അയ്യോ എന്നെ കൊണ്ടുപോകല്ലേ സാറേ. അയ്യോ വിടും വിടും. ഞാൻ പറയുന്നൊന്ന് കേക്ക് സാറേ. ഇങ്ങോട്ട് സർ, ഇവരാ പ്രതി. ഓ, ഇവനെ ഇതൊക്കെ ചെയ്തത് ഇവനാ പ്രതി. തോന്നിവാസം പറയുന്നോടി പന്ന. എന്തിനാ ശലതെ കള്ളം പറയുന്നത്? മുക്കുവണ്ടം വിൽക്കാൻ ശ്രമിക്കുന്നതൊക്കെ തെറ്റ്. ഒരു കാര്യം ചെയ്യ്, എല്ലാവരോടും നിരന്ന് നിന്നേ, ഒരു ഫോട്ടോ എടുക്കണം. കേറി നിക്കടി. പിടിക്കടേ. അവൻ തുറന്നു കാണിച്ചേ. ആ അങ്ങനെ. ആ ആ കൊള്ളാം. എന്നാ നിങ്ങളെ വിട്ടോ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ശരി സർ. ഓക്കെ. എടാ വൃത്തികെട്ടവനെ, പരമ നാറി, നീ എന്നെ പറ്റിക്കായിരുന്നു അല്ലടാ. നീ എന്നെ കോടതി കൊണ്ടുപോയല്ലേ, ഞാൻ വിളിച്ചു പറയും ഇതെല്ലാം നീ തന്നാണെന്ന്. അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ലല്ലോ. ഈ മുക്കുവണ്ടം വിൽക്കാൻ ശ്രമിച്ചതിന് നിങ്ങൾ പ്രതിയ. ആ ജുവലറി മാനേജരും സ്റ്റാഫുകളും എല്ലാരും സാക്ഷികളാ. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേട്ടാ നിങ്ങളെ വിട്ടയക്കും. ഇല്ലെങ്കിൽ ഇത് കണ്ടില്ലേ, നിങ്ങളെ അറസ്റ്റ് ചെയ്തതിന്റെ തെളിവാ. നാളത്തെ പത്രത്തിലും ചാനലിലും ഒക്കെ വരും. എന്താ വേണോ? നിന്റെ തലയിൽ ഇടി വിട്ടൂടെ വഞ്ചക. ഇതെങ്ങനെ പദ്ധതി വന്ന പിന്നെ ഞാൻ ചത്ത മതി. എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയടാ ഈ മുക്കുമണ്ടം തന്ന് ഞങ്ങളെ വഞ്ചിക്കാൻ? നിങ്ങൾ പിന്നെ എന്താ വിചാരിച്ചേ? ഇത്രയും സ്വർണം ഞാൻ നിങ്ങക്ക് വെറുതെ തരുമെന്ന്? സ്വർണത്തിനോടും പണത്തിനോടും നിങ്ങൾക്കുള്ള ആക്രാന്തം എനിക്ക് നന്നായിട്ടറിയാം. ഏതു നിമിഷവും കേസെടുത്ത് നിങ്ങളെ എനിക്ക് ജയിലിലാക്കാം. വന്നിട്ട് അധികം നേരമായോ? ഇല്ല, 10 മിനിറ്റായി. സോറി, ഞാൻ അല്പം ലേറ്റായി പോയി. അത് സാരയില്ല. എന്തേ കാര്യങ്ങള്? നീ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പണതിലുണ്ട്. പണം മാത്രമല്ലല്ലോ DK പ്രശ്നം. ബാംഗ്ലൂരിൽ അവന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടർ ഷിയാസിനെ വിളിച്ചിരുന്നു. നിംസിലെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ വൈകിക്കണ്ട, നാളെ തന്നെ പുറപ്പെട്ടോളൂ. എയർപോർട്ടിൽ നിന്ന് നിങ്ങളെ പിക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. DK പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. എന്നാലും ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഇത് അവസാനത്തെ തീരുമാനം തന്നെയല്ലേ? അതെ, അതിലൊരു മാറ്റമില്ല.
മേടത്തൂർ സ്വാമികൾ പറഞ്ഞതനുസരിക്കാൻ തൽക്കാലം കഴിയില്ല. കുടുംബക്ഷേത്രത്തിലെ പൂജയും കാര്യങ്ങളൊക്കെ മുടങ്ങാതെ നോക്കാൻ അമ്മയെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ നടക്കുന്ന പൂജയ്ക്കോ അതിലവൻ വേണ്ടേ? തൽക്കാലം ഇതല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴിയില്ല. വീട്ടിൽ നടക്കുന്ന പൂജാ കാര്യങ്ങളിൽ നിന്ന് അവനെ ഒഴിവാക്കിയേ പറ്റൂ. അത് അമ്മ സ്വാമിജിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. ഇപ്പൊ അപർണ എനിക്ക് ഈ സഹായം ചെയ്തേ പറ്റൂ. അവന്റെ മാനസികാവസ്ഥ ഇപ്പോ അല്പം കുഴപ്പം പിടിച്ച അവസ്ഥയിലാണ്. ഒരു ഞാണിന്മേൽ കളിയാണ്, അത് ഓർമ്മ വേണം. അതറിയാം. പക്ഷേ കുടുംബത്തിനകത്ത് സമാധാനം വേണം. പൂർണ്ണമായും അവൻ പഴയ അവസ്ഥയിലായാൽ മാത്രമേ തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയൂ. ഇനിയൊരു 2 മണിക്കൂർ കഴിയും ഉണരാൻ. ആരാ ഇത്? വാ പറയാം. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഏതാ പെണ്ണ്? പെണ്ണോ? ഏത് പെണ്ണ്? അകത്ത് കിടക്കുന്നില്ലേ? അവളുടെ കാര്യം ഞാൻ ചോദിച്ചത്. അകത്ത് കിടക്കുന്ന ആളുടെ വേഷം കണ്ടിട്ടാണോ? അങ്ങനത്തെ വേഷം അണിഞ്ഞതുകൊണ്ട് അത് പെണ്ണാവണമെന്നുണ്ടോ? അതിരിക്കട്ടെ, ജ്യോതി എന്റെ പിന്നാലെ വന്നത് എന്നെ കാണാനാണോ, അതോ വീക്കെ കെട്ടിപ്പിടിച്ച ആ പെണ്ണിനെ കാണാനാണോ? ഓഹോ, അപ്പൊ എല്ലാം നിങ്ങളോട് വിവരിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ ആ ഹിറ്റ്ലർ? അതിന് മാത്രം നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അകത്ത് കിടക്കുന്ന ആ പെണ്ണും എന്റെ ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താ? അവര് തമ്മിൽ ബന്ധമുണ്ട് ജ്യോതി. അവരെ തമ്മിൽ ഈ ജന്മത്തിൽ ആർക്കും വേർപിരിക്കാനാവില്ല. ആ ബന്ധം രക്തബന്ധമാണ്. അകത്ത് നീ കണ്ട സാരി ഉടുത്ത ആ പെണ്ണ് യഥാർത്ഥത്തിൽ സ്ത്രീയല്ല, ഒരു പുരുഷനാണ്. ഡികെയുടെ സ്വന്തം അനിയൻ SK എന്ന ശിവകൃഷ്ണ. നിങ്ങൾ എന്താ പറഞ്ഞേ? ഡികെയുടെ അനിയനോ? നിങ്ങൾ എന്താ തമാശ പറയുവാ? അല്ല, സത്യം. ഡികെയും ശിവയും ഒരമ്മ പ്രസവിച്ച മക്കളാണ്. അമരാവതിയിലെ പത്മാവതി അമ്മയുടെ മക്കൾ. എന്നിട്ടും ശിവ ഈ രൂപത്തിൽ എങ്ങനെയായെന്ന് നീ ആലോചിക്കുന്നുണ്ടാവും. അതാണ്. പക്ഷെ അതിനു പിന്നിൽ അവിനാശാണെന്ന് ഇവനെങ്ങനെ അറിഞ്ഞേ? അമരാവതിയിൽ നടക്കുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും അവനറിയാം. ജ്യോതി ഡികെയുടെ ജീവിതത്തിലേക്ക് വന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവൻ അറിഞ്ഞിരുന്നു. ശിവ അമരാവതിയിലേക്ക് വരാൻ ആ 3 മരുമക്കളും ഒരിക്കലും സമ്മതിക്കില്ല. അല്പം കാരുണ്യവും സ്നേഹവും കിട്ടിയ ചിലപ്പോ അവൻ പഴയതുപോലെയാവും. പക്ഷെ അതിനി സാധിക്കില്ല. ശിവയെ ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം. അതിനുള്ള പണമാണ് ഡികെ എന്നെ ഏൽപ്പിച്ചത്. നാളെ രാവിലെ ഞാൻ അവനെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോവും. അത് തീരുമാനിച്ചു കഴിഞ്ഞു.
ശിവ, എന്തിനാ നിലവിളിച്ചത്? ഇനി കിടന്നോ? എനിക്ക് പോണം. എവിടെ? അമരാവതിയിലേക്ക്. ശിവ, കൂൾ. തൽക്കാലം നിന്നെ അമരാവതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ എനിക്ക് പോയാൽ? അത് എന്റെ വീടല്ലേ? അതെ, പക്ഷെ നിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞില്ലല്ലോ. എനിക്ക് ട്രീറ്റ്മെന്റ് വേണ്ട. ശിവ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നിന്നെ ഇപ്പൊ അങ്ങോട്ട് വിടണ്ടെന്നാ ഡീക്ക് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ കാര്യങ്ങൾ നിനക്ക് അറിയില്ലേ ശിവ? അവിടെയുള്ളവർക്ക് നിന്നെ ഭയമാണ്. എന്റെ അമ്മയും പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. പറയാൻ എന്നെ പ്രസവിച്ച എന്റെ അമ്മയും പറഞ്ഞു എന്നെ ഭയമാണെന്ന്. നാളെ നമ്മള് ബാംഗ്ലൂരിലേക്ക് പോവും. യാത്രയ്ക്കുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് പോണം. എനിക്ക് എന്റെ വീട്ടിലേക്ക് പോണം. ശിവ, നീ യാഥാർത്ഥ്യം മനസ്സിലാക്ക്. ഈ അവസ്ഥയിൽ നീ അവിടേക്ക് തിരിച്ചു പോയാ നിന്റെ അസുഖം വീണ്ടും തിരികെ വന്നേക്കാം. ഞാൻ അവനെ തിരിച്ചുകൊണ്ടുവരാൻ പോവാ. നോ, അത് ചെയ്യേണ്ടത് നീയല്ല. എന്നാ പിന്നെ അധികാരമുള്ള ആള് ചെയ്യണം. കാണട്ടെ. തൽക്കാലം ഈ പൂജയിൽ അവൻ വേണ്ട. ഇത് എന്റെ തീരുമാനമാണ്. എന്നാ കേട്ടോ, ഞാൻ അവനെ കൊണ്ടുവരും. ഇത് എന്റെ തീരുമാനം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നും നിങ്ങളുടെ അനിയൻ ഒരു ഭ്രാന്തനായി തന്നെ ജീവിച്ചാ മതിയോ? ഏതോ ഒരു പെണ്ണ് അവനെ ചതിച്ചു. അവൻ അവളെ തീവ്രമായി സ്നേഹിച്ചിരുന്നു. അവന്റെ സമനില തെറ്റി. അതിനിടയില് സുപ്രിയയുടെ മരണം. അതിന് ഉത്തരവാദി അവനാണെന്ന് ശിവ സ്വയം വിശ്വസിച്ചു. അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന് വിശ്വസിപ്പിച്ചു. സ്വയം ഒരുക്കിയ കുറ്റബോധത്തിന്റെ തടവറയിൽ അവൻ സ്വയം ശിക്ഷ വിധിച്ചു. നിങ്ങൾ ആരും അവനെ മനസ്സിലാക്കിയില്ല. അവന് മാത്രം എല്ലാം നിഷേധിക്കപ്പെട്ടു. ഒരല്പം കാരുണ്യം, ഒരിറ്റ സ്നേഹം, ചേർത്ത് പിടിച്ച ഒരാശ്വാസ വാക്ക്, അത് മതി. അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. നിങ്ങളുടെ മനസാക്ഷി അനുവദിക്കുമെങ്കിൽ തടഞ്ഞോ. എന്തായാലും ഞാൻ പിന്മാറില്ല.